സപ്തതാള അലങ്കാരങ്ങളിൽ നാലാമത്തേതായിട്ട് നമ്മൾ പഠിച്ചത് ചതുരസ്രജാതി മഠ്യതാളം. മഠ്യതാളത്തിൽ ആദ്യം ഒരു ലഘു, പിന്നെ ഒരു ധൃതം, പിന്നെ ഒരു ലഘു. ചതുരസ്രജാതി ആയതുകൊണ്ട് ലഘുവിന് 4 അക്ഷരം. സ രി ഗ രി സ രി സ രി ഗ മ രി ഗ മ ഗ രി ഗ രി ഗ മ പ. ഈ താളം എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഏകതാളവും അതിനുശേഷം രൂപകതാളവുമായിട്ട് നമുക്ക് പിരിച്ച് ഓർമ്മ വെച്ച് വായിക്കാം. അതായത് ആദ്യം ഒരു ലഘുവിൽ 4 അക്ഷരമുള്ളത് ചതുരസ്രജാതി ഏകതാളവും, പിന്നെ ഒരു ധൃതവും ഒരു ലഘുവും ചതുരസ്രജാതി രൂപകതാളവും. ഒന്നുകൂടി പറയാം. സ രി ഗ രി സ രി സ രി ഗ മ. ഇതാണ് ഒന്നാം കാലം. ഇതിൻ്റെ രണ്ടാം കാലം സ രി ഗ രി സ രി സ രി ഗ മ രി ഗ മ ഗ രി ഗ രി ഗ മ പ. ചതുരസ്രജാതി മഠ്യതാളം, ഒന്നാം കാലം, രണ്ടാം കാലം. ഒന്നുകൂടി.
മധ്യതാളം മുതൽ ബാക്കി താളം, അതായത് മധ്യതാളം, ജംപതാളം, ധ്രുവതാളം, അടതാളം, ഈ താളങ്ങൾ ഒരു ആവൃത്തത്തിൽ 3 കാലം വായിക്കുന്ന രീതി അവരവർ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതൊരു ഹോംവർക്കായിട്ട് എല്ലാവർക്കും വിട്ടുകൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കാൻ മടിയായിട്ടല്ല, പക്ഷേ അവരവർ വർക്ക് ചെയ്താൽ അതിനുള്ളൊരു ഗുണം അവർക്കുണ്ടാവും. അതുകൊണ്ട് ചതുരസ്രജാതി മധ്യതാളം മുതൽ ബാക്കി 4 താളം, നമ്മളിതുവരെ ത്രിശ്രജാതി ത്രിപുടി താളം വരെ 3 താളം നമ്മൾ ഒരു ആവൃത്തത്തിൽ തന്നെ 3 സ്പീഡ് വരുന്നത് വായിച്ചു. ബാക്കി 4 താളങ്ങൾ ഇതുപോലെ തന്നെ അവരവർ താളമിട്ട് പറഞ്ഞ് 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, പിന്നെ 2-ാം കാലം, പിന്നെ 1-ാം കാലം, ഇങ്ങനെ 3 കാലവും ഒരു ആവൃത്തത്തിൽ വായിക്കുന്ന രീതി അവരവർ സ്വന്തമായിട്ട് പഠിച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ കാലപ്രമാണം, അക്ഷരകാലം, പിന്നെ ഈ സപ്തതാളങ്ങളിലുള്ള താളഭേദങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് വായിക്കാൻ പറ്റും. ഇനി ഭാവിയിൽ മറ്റ് കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുകൊണ്ട് ഈ വർക്ക് എല്ലാവരും ചെയ്യണം. വീണ പഠിക്കുന്നവരെല്ലാവരും താളമിട്ട് പറഞ്ഞ് ഒരു ആവൃത്തത്തിൽ തന്നെ 3 കാലം വായിക്കുന്ന രീതി സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുക.